ഇന്നിപ്പോൾ നമ്മുടെ തീന്മേശയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ചിക്കനും ബീഫൊക്കെ. എന്നാൽ ഇത് വാങ്ങുമ്പോൾ നമ്മളിൽ എത്ര ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്? അഥവാ ഈ ജീവിയുടെ അവസ്ഥ എന്തായിരുന്നു? ഇത് ചത്തേനെ പിടിച്ചിട്ട് മുറിച്ച് കഷ്ണം വെട്ടി തന്നതാണോ, അതല്ലെങ്കിൽ പുഴു അരിച്ച് കിടക്കുന്നതായിരുന്നോ എന്നൊന്നും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. റോട്ടിൽ വന്ന് വാഹനം സൈഡാക്കിയ വാഹനത്തിൽ നിന്നിട്ട് തന്നെ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ റോട്ടിൽ നിന്നിട്ട് തന്നെ ഓർഡർ ചെയ്യാം. അതാ കടയിലുള്ള ആൾ കൊണ്ടുവന്നു തരുന്നു. ഇത് എങ്ങനെയുള്ള ജീവിയായിരുന്നു എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. നേരെ മറിച്ച് ഒരു വസ്ത്രം വാങ്ങാൻ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രം തിരിച്ചും മറിച്ചും നോക്കും, അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും, അതിന്റെ ബ്രാൻഡ് ഏതാണെന്ന് പരിശോധിക്കും. എന്നാൽ അത് പുറത്ത് ധരിക്കാനുള്ളതാണ്. എന്നാൽ ഈ മീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നതാണ്. അത് വളരെ പ്രധാനമായിരിക്കൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അത് നമ്മളെ രോഗിയാക്കും, ആത്മീയമായി നമ്മളെ തളർത്തും. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതല്ലെങ്കിൽ നമുക്ക് ആത്മീയമായി ഒരു ഉണർവും ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ്. സൂറത്തുൽ ബഖറയിൽ 172-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നല്ലത് നിങ്ങൾ ഭക്ഷിച്ചോളൂ. അപ്പൊ നല്ലത് എന്ന് പറഞ്ഞാൽ വിഷമുക്തമായിരിക്കണം, അഥവാ കഴിച്ചാൽ ശരീരത്തിന് പ്രശ്നം ഉണ്ടാവരുത്, ഹലാലുമായിരിക്കണം. ഞാനത് പറയാനുള്ള കാരണം, ഞാൻ നന്നായി അറിയുന്ന, എനിക്ക് പരിചയമുള്ള ഒരു നാട്ടില് ഈ കഴിഞ്ഞ ദിവസം ഒരു ചിക്കൻ സ്റ്റോൾ പൂട്ടിക്കുകയാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അവിടെ വന്ന് പരിശോധിച്ചു. അവിടെ കാണുന്നത് ഒരുപാട് ചത്ത കോഴികളാണ്, അതുപോലെ തന്നെ പുഴുവരിച്ച് ജീവച്ഛവമായൊക്കെ കിടക്കുന്ന കോഴികളാണ്. അതൊരു മനുഷ്യൻ തിന്നാൽ അവന്റെ ശരീരം മൊത്തം രോഗം പിടിപെടുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ അങ്ങാടിയിലുള്ള മറ്റു കടകളെക്കാളൊക്കെ ഓരോ കിലോയിലും 20-30 രൂപ കുറച്ചാണ് ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സാണ്. കല്യാണ പരിപാടികൾക്കും അനുബന്ധ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വീട്ടിൽ നിന്ന് വിളിച്ച് ഓർഡർ ചെയ്യാണ്, ഇത്ര കിലോ വേണം. അങ്ങനെ വരുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പുഴുവരിച്ചതും ചത്തതൊക്കെ വെട്ടിക്കൂട്ടി ഇട്ട് കൊടുത്താലും ഒരാളും അറിയൂല എന്നുള്ളതാണ് ഇവരെ ധൈര്യം. പക്ഷേ ഇവർ ചെയ്യുന്നത് 2 തെറ്റാണ്. ഈ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്യുന്നത് 2 തെറ്റാണ്. ഒന്ന്, ആളുകളെ കൊണ്ട് ഈ പറയുന്ന വിഷം തീറ്റിക്കുകയാണ്. അത് തിന്നു കഴിഞ്ഞാൽ അത് കഴിച്ച ആളുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ, അഥവാ ഹറാമ് തീറ്റിക്കുകയാണ്. അതുപോലെ തന്നെ അതിലൂടെ സമ്പാദിച്ചുകൊണ്ട് ആ സമ്പത്ത് ഇവർ ഉപയോഗിക്കുമ്പോൾ അതും ഹറാമാണ്. ഇത് കഴിക്കുന്ന നമ്മളെ സംബന്ധിച്ചോ നമ്മുടെ ശരീരവും അതുപോലെ തന്നെ നമുക്ക് ആത്മീയമായുള്ള ഉണർവും ഇതിനൊക്കെ ബാധിക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഹൃദയ വിശുദ്ധിയും ഹൃദയ വിശാലതയൊക്കെ ഉണ്ടാകുന്നത്. എല്ലാ കച്ചവടക്കാരും ഇങ്ങനെയാണെന്നല്ല, മറിച്ച് ഒരു 10-50 കച്ചവടക്കാരെടുക്കുമ്പോൾ 1-2 ആളുകളെ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ അത് മൊത്തത്തിൽ ചീത്തപ്പേരുണ്ടാക്കുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ അതെല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഈ മീറ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ, നമുക്ക് പരിചയമുള്ള ആളുകളിൽ നിന്ന്, നമുക്ക് വിശ്വാസമുള്ള ആളുകളിൽ നിന്ന് വാങ്ങാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ പരിചയമില്ലാത്ത ഏതെങ്കിലും നാട്ടിൽ നിന്നോ അതല്ലെങ്കിൽ പെട്ടെന്നൊരു പുറത്ത് പോയി യാത്രയുടെ വഴിമധ്യമൊക്കെ വാങ്ങുകയാണെങ്കിൽ തന്നെ നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ചിക്കൻ സ്റ്റോളിലൊക്കെ ചെന്നാൽ അവരോട് ഇന്ന കോഴിയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനവർ പിടിച്ചു തരും. അത് ഞാൻ തന്നെ ഇറക്കട്ടെ എന്ന് ചോദിച്ചാൽ അതിനും അവർ ഓക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ പിന്നെ വെറുതെ നമ്മൾ വെട്ടിൽ ചെന്ന് വീഴുന്നത് എന്തിനാണ്? ഒരു പരിധി വരെ നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാത്തതും നിസ്കാരത്തിൽ നമുക്ക് ഖുശൂഅ ലഭിക്കാത്തതും ഖുർആൻ കൂടുതൽ സമയം ഇരുന്ന് ഓതാൻ കഴിയാത്തതൊക്കെ നമ്മുടെ ഈ രൂപത്തിലുള്ള ഭക്ഷണ സംസ്കാരത്തിന്റെ ഒക്കെ കാരണം കൊണ്ടാണ്. ഭക്ഷണം ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഊർജം കൊണ്ടാണ്. ആ ഊർജം തന്നെ തെറ്റാണെങ്കിൽ, അത് ഹറാമാണെങ്കിൽ, പിന്നെ എങ്ങനെയാണ് ആരാധനകൾക്ക് ഒരു ഉന്മേഷവും ഉഷാറും ഉണ്ടാവുക? ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ഈ വിഷയം നന്നായി ശ്രദ്ധിക്കുന്നവരാവണം.